മേറു മോളെ ഒരേ കണ്ണു വെട്ടിച്ചൊന്ന് വരാൻ പറ്റ പാട്. എന്താ എത്ര നാളെ ഒന്ന് കണ്ടിട്ട് ഒന്ന് മിണ്ടിട്ട്. നിനക്കറിയണല്ലേ ഈ നാട്ടിൽ നടക്കുന്ന പുകിലൊക്കെ? എൻ്റെ വാപ്പ തന്നെ ഇതിനൊക്കെ കാരണം. ഓറുണ്ടാക്കിയല്ലേ ഈ കച്ചറ മൊത്തം. ദുനിയാല് ആദ്യമായിട്ട് പ്രേമിക്കുന്ന രണ്ടുപേരും നമ്മളാ. എന്താ എൻ്റെ വാപ്പ പറഞ്ഞേ? എന്നെ നിൽക്കാതിക്കണമെങ്കിൽ ജോലി വേണം, കുറെ കായ് വേണം. അല്ല, ഒരു പറഞ്ഞതും കാര്യം ഉണ്ടെങ്കിലും അങ്ങനെ പറയാൻ പാടുണ്ടോ? എന്താണെങ്കിലും ഞാൻ പോവാ നാളെ. എങ്ങോട്ട്? ദുബായിക്ക്, എളാപ്പാൻ്റെ കൂടെ. ഇത്ര നാൾ ഇവിടെ ഉണ്ടെന്നുള്ളൊരു സമാധാനമെങ്കിലും ഉണ്ടായിരുന്നു. എന്താണ്, ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും ഈ വേറെ കിട്ടുമോ? ഈ വരുമ്പത്തേക്ക് തന്നെ നിക്കാഹം കഴിയും. എനിക്ക് 2 കുട്ടികളും. അങ്ങനെയാണെങ്കിൽ മൂത്ത കുട്ടിക്ക് എൻ്റെ പേരിടണേ. തമാശ ആക്കല്ലേ? ഉമ്മക്ക് വേണ്ടിട്ടല്ലേ പോകുന്നേ? അല്ലോ, എന്താണ് എന്റെ പാപ്പ വന്നാ? അതല്ല, ഈ പോണതിന് മുന്നേ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തന്നിടണ്ടേ? അല്ലോ, എന്റെ നല്ല ജീവൻ പോയി റബ്ബേ. ഉമ്മ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി ഒന്നും വെക്കാനുള്ള സ്ഥലം പോലും ഇല്ല. എന്നാലും എനിക്ക് എന്തെങ്കിലും തന്നുവിടണം. എനിക്ക് പടച്ചോനൊരു വഴി ഉണ്ടാക്കും. ഇപ്പം എന്താണെങ്കിലും വേറെ പ്രശ്നമൊന്നും വരാതിരിക്കട്ടെ. നാളെ എന്താണെങ്കിലും ഈ വഴിക്കാൻ ഞാൻ പോകണം. എളാപ്പൻ കൂടെ ഉണ്ടാവും. ഒരു 10 മണിയാകുമ്പോൾ. സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ പിന്നെ ഒന്ന് കാണാലോ. പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, പടച്ചോൻ നമുക്കൊരു വഴി കാണിച്ചു തരുന്നു. ആ വഴിയാണിത്, യൂട്യൂബ്. ഈ ദുനിയാവിൽ ഞാൻ ഇനി എവിടെയാണെങ്കിലും എനിക്ക് അയക്കേണ്ടതെല്ലാം ഇവരിലൂടെ എന്നിലേക്ക് സേഫായിട്ട് എത്തിച്ചേരും. പിന്നെ നമ്മൾ അയക്കുന്ന പാഴ്സലുകൾക്ക് ഇവിടെ വെയിറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഈ ഉണ്ടാക്കുന്ന ഒരു പാക്കറ്റ് ഉണ്ണിയപ്പാണെങ്കിലും എനിക്കിവിടെ സേഫായിട്ട് കിട്ടും. പിന്നെ ഇതിനായിട്ട് ഇനി ആരെയും കാല് പിടിക്കാനൊന്നും പോകണ്ട. പിന്നെ നീ എവിടെ അഡ്രസ്സ് കൊടുത്താലും അവർ അവിടെ വന്ന് സാധനം വെക്കുകയും. പിന്നെ വീട്ടിലെ അഡ്രസ്സ് കൊടുത്ത് വാപ്പാൻ്റെ ഇന്ന് തല്ല് മേടിക്കരുത്. പിന്നെ ഇവർക്ക് കേരളത്തിൽ എല്ലായിടത്തും ബ്രാഞ്ചുകളുള്ളതുകൊണ്ട് ഈ ആ കാര്യത്തിൽ ബേജാറാവണ്ട. ഇവരുടെ ഡീറ്റെയിൽ ഞാൻ നിനക്ക് താഴെ കൊടുത്തേക്കാം. എന്നാ എൻ്റെ സ്വന്തം ഷാനു. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇതെന്റെ പെരേലേച്ചാണോ? അല്ല, ഇതെൻ്റെ ഓളയച്ചതാ. حسبي ربي جل الله ما في قلبي غير الله